സോ നമ്മൾ കിൽപാട്രിക് പറഞ്ഞതനുസരിച്ച് ഫോർ ടൈപ്സ് ഓഫ് പ്രൊജക്റ്റ് കണ്ടു. പിന്നെ പ്രൊജക്റ്റിൻ്റെ പേർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അനുസരിച്ച് വീണ്ടും 3 ടൈപ്സ് ഓഫ് പ്രൊജക്റ്റ് കണ്ടു. എഗെയിൻ അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് പ്രൊജക്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഗ്രൂപ്പ് പ്രൊജക്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ്. പേരിലുള്ള പോലെ തന്നെ ഇഫ് ഇറ്റ് ഇസ് എ സിംഗിൾ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരൊറ്റ വ്യക്തിയാണ് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഇസ് ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ്, വൈൽ ഇഫ് എ ടീം ഇസ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്റ്റ് ഇറ്റ് ഇസ് നോൺ ആസ് എ ഗ്രൂപ്പ് പ്രൊജക്റ്റ്. So coming to the different stages of a project method. So the first stage is providing a situation. So providing a situation here, the teacher has to be alert in order to recognize or create situations suitable for the project. ഇവിടെ കുട്ടികളാണ് പ്രൊജക്റ്റിൻ്റെ ആ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുന്നത്. പക്ഷേ ടീച്ചറായിരിക്കും ആ ഒരു ആപ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കാനായിട്ടും ഈ കുട്ടികൾ കൊണ്ടുവരുന്ന പ്രൊജക്ട്സ് ഒക്കെ ആപ്റ്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതും ഒക്കെ ടീച്ചറായിരിക്കും. So here the students should be encouraged to select their own project. They should be given time to express their own ideas and discuss it with the teacher and the peer. So ആദ്യത്തെ സ്റ്റേജ് ആണ് പ്രൊവൈഡിങ് എ സിറ്റുവേഷൻ. ഇവിടെ കുട്ടികളായിരിക്കും സ്വയമായിട്ട് പ്രൊജക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് അത് അവരുടെ ടീച്ചറായിട്ടും പിയറായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ള ആഡിക്വേറ്റ് ടൈം അലോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ആപ്റ്റ് ആണോ, അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അത് ഓർഗനൈസ്ഡ് ആയിട്ട് എങ്ങനെ കണ്ടക്ട് ചെയ്യാം എന്നൊക്കെ ടീച്ചറാണ് ഡിസൈഡ് ചെയ്യുക. സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് ഫേസ് ഓഫ് പ്രൊജക്ട് മെത്തേഡ് വിച്ച് ഇസ് പ്രൊവൈഡിങ് എ സിറ്റുവേഷൻ. Coming to the second stage, which is choosing and purposing. So here the student should be allowed to choose the topic. So നമ്മളുടെ ആദ്യത്തെ ഇതിനകത്ത് we had different situations. അതിൽ നിന്നും ഏറ്റവും നല്ല ആ ഒരു ടോപ്പിക് ചൂസ് ചെയ്യുന്നത് കുട്ടികളാണ്. The more the student feels that the subject and choice is their own, the better will be able to plan and carry out their own chosen project. സോ ഒരു റെഡിമെയ്ഡ് പ്രൊജക്റ്റ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിലെങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു ഐഡിയ അവർക്ക് ഉണ്ടാവില്ല. റാദർ ഒരു ടോപ്പിക് അവർ തന്നെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിലെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും അവരിൽ കൂടുതലായിരിക്കും. So that is why we say that the decision should be from the part of the students. So the first stage was providing a situation. The second stage is choosing and purposing. Coming to the third stage, which is planning of the project. Here the students themselves should plan the project under the guidance of the teacher. So ആ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യുന്ന സ്റ്റേജാണ് ഈ തേർഡ് ഫേസ് ആയ പ്ലാനിങ് ഓഫ് ദ പ്രൊജക്റ്റ്. ഇറ്റ് ഷുഡ് ബി ഡൺ ബൈ ദ സ്റ്റുഡൻസ് ആൻഡ് നെസസറി ഗൈഡൻസ് ക്യാൻ ബി ഗിവൻ ബൈ ദ ടീച്ചർ. The next stage is executing the project. So this phase is one of the vital phase, as the entire success of this method lies in this particular phase. Here the plan is being implemented by the students. The teacher should provide the students with opportunity for creative expression and self-activity, as well as she should also ensure that the project is led to completion. സോ ആ ഒരു നമ്മൾ പ്ലാൻ ചെയ്ത ആ ഒരു പ്രൊജക്റ്റ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഈ ഫോർത്ത് സ്റ്റേജ്. ആൻഡ് ഹെൻസ് ഇറ്റ് ഇസ് വെരി വൈറ്റൽ ഫേസ്. ഇവിടെ കുട്ടികളാണ് അവരെ സ്വയം എക്സ്പ്രസ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റിനെ ക്യാരി ഔട്ട് ചെയ്യേണ്ടതും കുട്ടികളാണ്. ടീച്ചേഴ്സ് ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീഷനിലേക്ക് പോകുന്നുണ്ട്, ശരിയായ ദിശയിലാണ് ചലിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ചെയ്യേണ്ടത്. The last phase is evaluating the project. Here the students should be given necessary standards for evaluation of the project. In this phase the student reviews their work and try to find out the mistakes they made in planning and carrying out the project. സോ ഈ ഒരു ഫേസിലാണ്, ദ ലാസ്റ്റ് ഫേസിലാണ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്ത പ്രൊജക്റ്റ് അതിൻ്റെ എൻഡ് ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്തോ, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ മിസ്റ്റേക്സ് പറ്റി, അതിനെ എങ്ങനെയൊക്കെ ഭാവിയിൽ കറക്റ്റ് ചെയ്യാം എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന സ്റ്റേജാണ് ഈ ഒരു ലാസ്റ്റ് ഫേസായ ഇവാലുവേറ്റിംഗ് ദ പ്രൊജക്റ്റ്.
ഇവിടെ കുട്ടികൾ തന്നെയാണ് മേജർ ഇവാലുവേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവാലുവേറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റാൻഡേർഡ്സ് ടീച്ചർ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിൽ അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണം. So these were the different stages of project method. Let's see once again. The first was providing a situation. The second phase is choosing and purposing. Then we had planning of the project, executing the project, and finally evaluating the project. Now coming to organizing a project. എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ട് ഒരു പ്രൊജക്റ്റ് ഓർഗനൈസ് ചെയ്യാൻ പറ്റുക എന്ന് കാണാം. Here the teacher must exercise guidance in selection of the project. So ആ ഒരു ടോപ്പിക് കുട്ടികൾ സജസ്റ്റ് ചെയ്താലും അത് ആപ്റ്റാണോ, അത് ഫൈനലി അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അവർക്ക് ചിലപ്പോൾ അറിയണം എന്ന് വരില്ല. സോ ദ നെസസറി ഗൈഡൻസ് ഷുഡ് ബി ഗിവൻ ഫ്രം ദ പാർട്ട് ഓഫ് ദ ടീച്ചർ. He or she should see that the projects are educative and according to the capacity and ability of the pupil and usually arises in the classroom teaching or discussion. So കുട്ടികൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റ് എഡ്യൂക്കേറ്റീവ് ആണ്, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യാൻ പറ്റും എന്ന് ടീച്ചർ ഉറപ്പുവരുത്തണം. അതുമാത്രമല്ല, സെലക്ട് ചെയ്യുന്ന ആ ഒരു ടോപ്പിക് അവരുടെ കേപ്പബിലിറ്റിക്ക് അല്ലെങ്കിൽ അവരുടെ കൊക്കിൽ ഒതുങ്ങുന്നതാണ് എന്ന് ടീച്ചർ ഉറപ്പുവരുത്തണം. ആൻഡ് ഷീ ഷുഡ് ഓൾസോ എൻഷുർ ദാറ്റ് ഇറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ദെയർ സിലബസ്. അതായത് ക്ലാസ് റൂമിലെ ടീച്ചിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്കഷനിൽ നിന്നോ ഒക്കെ ഉൾത്തിരിഞ്ഞു വരേണ്ട ടോപ്പിക്സ് ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. Good planning should be done by the pupil beforehand, like materials to be used, a picture to be prepared or other specific indications of what is to be done. സോ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നും എന്താണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫൈനൽ എൻഡ് പ്രൊഡക്റ്റിൽ നമ്മൾ എന്താണ് എൻഡപ്പ് ചെയ്യേണ്ടത് എന്ന് ആഡിക്വേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണം. ആൻഡ് ദിസ് പ്ലാനിങ് ഇസ് വെരി ക്രൂഷ്യൽ ഫോർ ദ സക്സസ് ഓഫ് ദ പ്രൊജക്റ്റ്. To avoid interruptions and delays later, sufficient preparation must be done before executing the project. സോ ഒരു പ്ലാനിങ് ഫേസിൽ തന്നെ പ്രോപ്പർ പ്ലാനിങ് ആയിട്ട് വേണം നമ്മൾ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഫേസിലേക്ക് പോകാനായിട്ട്. അതർവൈസ് ദർ ക്യാൻ ബി അൺനെസസറി chaos and delays. During the execution of the project, the teacher should carefully supervise the pupil in manipulative skills to prevent waste of materials and to guard against accidents. So whenever this project is being implemented, the teacher should be around there. She should ensure that the project is being carried out in the right path. There is no harm or there is no unnecessary wastage of materials during the project method. So ഇതൊക്കെ എൻഷുർ ചെയ്യേണ്ടത് ഒരു ടീച്ചറിൻ്റെ ചുമതലയാണ്. The relation between chalked out plans and the developing project should be constantly checked up. സോ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു പ്ലാൻ ചെയ്തത്, നമ്മൾ വഴിതെറ്റി ഡീവിയേറ്റ് ചെയ്യുന്നു പോകുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഉറപ്പുവരുത്തണം. ആൻഡ് ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സക്സസ് ഓഫ് ദ പ്രൊജക്റ്റ്. So that was about organizing a project. Here the topic should be supervised by the teacher. It should be educative, it should be according to the capability of the pupil, and it should be related to the syllabus. Good planning should be there from the part of the students. In order to have a smooth running of the project, sufficient preparation should be done from the part of the students. During execution of the project, the teacher should ensure that the project is going in the right path, as well as we should constantly monitor what we have planned and what we are doing, whether this go in hand. Coming to the advantages of project method, the major advantages are it follows the psychological laws of learning. So നമ്മൾ laws of learning ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ law of readiness, law of exercise, law of effect, ഇതൊക്കെ അനുസരിച്ച് പോകുന്ന ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് നമ്മളുടെ പ്രൊജക്റ്റ് മെത്തേഡ്. സോ ഇറ്റ് ഫോളോസ് ദ സൈക്കോളജിക്കൽ ലോസ് ഓഫ് ലേണിംഗ്. The next advantage is that it gives freedom to the pupil. So ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൊടുക്കും. ആൻഡ് ഹെൻസ് they will be interested in carrying out a project. It is suited to the psychological concept of maturation. സോ ഒരു കുട്ടികളുടെ ആ ഒരു അവരെ സെൽഫ് ഏബിൾ അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻ്റ് ആക്കാനായിട്ടുള്ള
ഒരു മെത്തേഡ് കൂടിയാണ് ഈ ഒരു പ്രൊജക്റ്റ് മെത്തേഡ്. സോ ഇറ്റ് ഇസ് സൈക്കോളജിക്കലി ഓർ ഇറ്റ് ഇസ് സ്യൂട്ടഡ് ടു സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ഓഫ് മാച്ചുറേഷൻ. സോഷ്യൽ വാല്യൂസ് ഡിറൈവ്സ് ഡ്യൂറിങ് ദ പ്രോസസ്. സോ പലപ്പോഴും